നമുക്ക് വലിയൊരു ബേജാറുള്ള കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വളപ്പിലെ തെങ്ങും കുഴികളിലൊക്കെയും സൂറത്തുകൾ എഴുതിയ കടലാസ് കിടക്കുന്നൊരു കാലാണ്. നമുക്കെന്നെ ഒരു വിഷയമുണ്ട്. അതൊന്നിപ്പോ അങ്ങനെ നോക്കാൻ നിന്നാൽ അത് നടക്കൂല. കാരണം കൂട്ടത്തിൽ ഞാനൊന്ന് പറയാണ്, നമ്മുടെ വീടുകളിലൊക്കെ സുന്നി വോയിസും റിസാലും അതുപോലത്തെ നമ്മുടെ സുന്നി പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുത്താറുണ്ട്. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിൽ ആയത്തും ഹദീസൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വായന കഴിഞ്ഞ് എവിടെങ്കിലും മേശപ്പുറത്തിടും. കുട്ടികൾ 2-3 വയസ്സായ കുട്ടികൾക്ക് അവർക്കൊന്നും അറിയില്ല. അവർക്ക് ഈ പുസ്തകം ഇതിപ്പോ സുന്നി വോയിസ് ആണ്, ഇതിൽ ആയത്തുണ്ട് ഹദീസ് ഉണ്ട്, അതൊന്നും അവർക്കറിയില്ല. കുട്ടികൾക്ക് എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കാൻ അതിങ്ങനെ മറിച്ച് അവർക്കൊരു പ്രത്യേക താല്പര്യമാണ്. അവർക്ക് വായിക്കാൻ കിട്ടിയിട്ടല്ല, പക്ഷെ എന്നാലും ഒരു വായിക്കും പോലെ കാത്തും. അവരെന്തെങ്കിലും അത് ചെയ്യേണ്ടി എവിടെങ്കിലും ഇടും. നമ്മളത് അടിച്ചു വാരുമ്പോ അത് കച്ചറയിലേക്ക് ഇടുകയാണ്. എന്റെ സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. നമ്മൾ ഈ വീടുകളിലൊക്കെയും പഴയ നോട്ട്ബുക്കും പഴയ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ ഒരു ടീം വരികയല്ലേ. ഈ അണ്ണാച്ചികളൊക്കെ പഴയ സാധനങ്ങൾ വിൽക്കാൻ തോന്നി ചോദിച്ചു വരുമ്പോ ഒരു നോട്ട്ബുക്ക്, ആവശ്യമില്ലാത്ത പുസ്തകങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ സ്കൂളിലത്തെ പുസ്തകങ്ങള്, ചിലപ്പോൾ മദ്രസകൾ കുട്ടികളിൽ എഴുതിയ നോട്ട്ബുക്ക് കഴിഞ്ഞ ഓരോ ക്ലാസ്സും കഴിയുമ്പോ പഴയത് അവരിയ്ക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് സ്കൂളിലത്തെ അറബി പാഠപുസ്തകം, അതിലൊക്കെ ചെറിയ സൂറത്തുകൾ, നല്ലതോ ചീത്ത അതൊക്കെ വേറെ വിഷയം. പക്ഷെ സ്കൂളിലത്തെ അറബി പാഠപുസ്തകത്തിൽ ചെറിയ ചെറിയ സൂറത്തുകൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അതെന്ത് ചെയ്യും? പഴയ പുസ്തകം വിൽക്കുന്ന കൂട്ടത്തിൽ അതെന്ത് വിൽക്കും. എത്രയോ അനുഭവമുണ്ട്. ഒരു കഥയിൽ കയറിയപ്പോ ഉണക്കൽ മത്സ്യം പൊതിഞ്ഞു തരാൻ വേണ്ടി ആ പീഡിയക്കാരൻ ഒരു കടലാസ് ചീന്തിയത് ഒരു സൂറത്ത് തബ്ബത്ത് അബീ ലഹബോ, അതേ ഇഖ്ലാസ് സൂറത്തെ തല അറബി പാഠപുസ്തകമാണ്. പക്ഷെ ഈ അണ്ണാച്ചി കൊണ്ടുപോയി വിൽക്കുന്നത് ഏതെങ്കിലും ആൾക്കാർക്കായിരിക്കും, ചിലപ്പം വേറെ അമുസ്ലിം സുഹൃത്തുക്കളായിരിക്കും. അവർക്കിപ്പോ ഇതിൽ വില ഉണ്ടാവൂല. വില ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണെന്ന് അവർ ചിന്തിക്കൂല. ഉണക്കൽ മത്സ്യം പൊതിയുന്ന രംഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഉടനെ അത് വാങ്ങി കയ്യിൽ വെച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. അപ്പൊ ഞാൻ എന്റെ സഹോദരിമാരോട് പറയാണ്, നമ്മൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മദ്രസയിൽ കുട്ടികൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച നോട്ട്ബുക്ക് ഉണ്ടാവും. അവരൊക്കെ പല ആയത്തും ഉസ്താദന്മാര് മറ്റേ ബാത്റൂമിലേക്ക് പോകുന്ന ദിക്റുകളൊക്കെ എഴുതിപ്പിച്ചതായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ എന്റെ വിഷയം ഞാൻ പറയുന്നത്, അങ്ങനെ നല്ലതിനോടുള്ള ഒരു ബഹുമാനം നഷ്ടപ്പെട്ടു വരികയാണ്. ഒരു ബിസ്മി എഴുതിയ കടലാസ് എവിടെങ്കിലും കിടക്കുന്നത് കണ്ടാൽ അതൊന്ന് എടുത്തു വെക്കാനുള്ളൊരു മനസ്സ് വളരെ കുറഞ്ഞു വരികയാണ്. പതക്കത്തിൽ ഇപ്പൊ അടുത്ത് ഒരാളൊരു വാട്സപ്പിൽ എനിക്കൊരു സംഗതി കാണിച്ചെന്ന്. എനിക്ക് വാട്സപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വല്ലതും കണ്ടാൽ എന്നെ അറിയിക്കണം. എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കാൻ. അതിൽ ഇപ്പൊ അടുത്ത അദ്ദേഹം പറഞ്ഞു, ഒരു പതക്കം, നമ്മൾ ഈ ഓലപ്പതക്കല്ലേ, ഈ ഓലപ്പതക്കം പൊട്ടിച്ച സമയത്ത് അതിന്റെ പുറത്തേക്ക് വന്നത് സൂറത്ത്, ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് എഴുതിയ കടലാസാണ്. നോക്കി നിങ്ങൾ ശ്രദ്ധിക്കും. അതൊക്കെ നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോ, നമ്മുടെ വീട്ടിൽ വന്ന് പഴയ നോട്ട്ബുക്കുകളൊക്കെ വിൽക്കുന്ന സമയത്ത്, പുസ്തകങ്ങൾ വിൽക്കുമ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനത്തെ കടലാസുകളൊക്കെയും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത നല്ല പേരുകൾ എഴുതിയ, ആയത്തുകൾ എഴുതിയ, ഖുർആൻ എഴുതിയ, ഹദീസുകൾ എഴുതിയ കടലാസ് കിട്ടിയാൽ എന്താണ് ആ കടലാസുകൾ ചെയ്യേണ്ടത്, അത് നമ്മുടെ KMICയിൽ നല്ല നിലയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഖുർആൻ എഴുതിയ വചനങ്ങളുള്ള കടലാസുകള് അത് എന്തു ചെയ്യണം? ആദ്യം അത് മായ്ച്ചു കളയണം. മായ്ച്ചു കളയാൻ സാധ്യമല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് കത്തിക്കണം. കത്തിച്ച വെണ്ണൂറ്, അതല്ലെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിവാക്കണം. പോലത്തെ മസാലകളൊക്കെയും പല പ്രാവശ്യമായി നമ്മുടെ ക്ലാസ് റൂമിൽ വിശദീകരിച്ചതാണ്. സമയം നീളുന്നുണ്ട്, ദീർഘിപ്പിക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് നല്ലതിനോടുള്ള ആദരവ് നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. നോക്കിങ്ങൾ, പഴയ കാലത്തൊക്കെ ഉസ്താദുമാരെ കാണുമ്പോ ഒരു എഴുന്നേറ്റ് നിൽക്കാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു.
ഇന്ന് അതൊക്കെ എല്ലാവർക്കും ഇല്ലാന്നല്ല, നമ്മുടെ KMIC-ക്കാർക്കൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ, അള്ളാഹു ആദരവ് നിലനിർത്തി തെരുമാറാവട്ടെ. പക്ഷെ ഇന്നൊരു ഉസ്താദിനെ കാണുമ്പോ, ഒരു ആലിമിനെ കാണുമ്പോ ഒരു എഴുന്നേറ്റ് നിൽക്കുക, അതൊക്കെ ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞിങ്ങനെ ആദരവ് ഇല്ലാതെയാവുക, അതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളം തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, ഈ ആലിമീങ്ങൾ മരിക്കുക, എന്താ ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞ ആലിമീങ്ങൾ മരിക്കല. പ്രത്യേകിച്ച് ഇൽമിനെ ഉയർത്തപ്പെടുമ്പോ ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ ഏതാണെന്നറിയുമോ? ഏതാ? സ്വത്തവകാശത്തിന്റെ വിവരമുള്ള ഇൽമ്. സ്വത്തവകാശം, ഇൽമുൽ ഫറാഇൽ, അനന്തരാവകാശ സ്വത്തിന്റെ നിയമവശങ്ങൾ. അതെങ്ങനെ ഉയർത്തപ്പെടുക? ആ വിഷയത്തിലൊക്കെയും കൂടുതൽ വിവരമുള്ള ആലിമീങ്ങൾ മരിച്ചു പോവുക. അതുകൊണ്ടാണല്ലോ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരാളെ കുറിച്ച് ആലിമെന്ന് പറയണമെങ്കിൽ 2 ഇൽമിൽ ആ വ്യക്തി അഗാധ കഴിവുണ്ടാവണമെന്ന. അതൊന്നും ആർക്കില്ല, വളരെ അപൂർവം ചില വ്യക്തികൾക്കുള്ളൂ. 2 ഇൽമ്, 2 വിജ്ഞാനത്തിൽ അഗാധമായ കഴിവുള്ളവർക്ക് ആലിമെന്ന് പറയാകൂ എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതാ 2 ഇൽമ്? ഒന്ന്, സ്ത്രീകളുടെ മെൻസസ് പീരിയഡ്, ഇസ്തിഹാലത്തിന്റെ മസ്അല, ഹൈളും നിഫാസിന്റെയും ഇസ്തിഹാലത്തിന്റെയും മസ്അല അറിയ. അത് വലിയ ഗൗരവ. കാരണം മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ കുബ്രയിൽ പറഞ്ഞതെന്താണെന്നറിയുമോ? വലിയ വലിയ ഫുഖഹാക്കൾക്ക് വരെ താളം തെറ്റിപ്പോകുന്ന മസ്അലയാണ് ഇസ്തിഹാലത്തിന്റെ മസ്അല. ഒന്ന്. രണ്ടാമത്തേത് ഇൽമുൽ ഫറായിൽ, അനന്തരാവകാശ സ്വത്തിന്റെ മസ്അല. കാരണം അതറിയുന്നവരൊക്കെ മരിക്കുമ്പോ സ്വത്ത് എങ്ങനെ, ഒരാൾ മരിച്ചാൽ എങ്ങനെ സ്വത്ത് കൈകാര്യം ചെയ്യണം, അത് ചോദിക്കാൻ പറ്റൊരാളില്ല. പിന്നെ അതിന്റെ പേരിൽ തർക്കം വരുന്നു. തർക്കം വരുമ്പോൾ, സ്വത്തിന്റെ പേരിൽ തർക്കം വരുമ്പോൾ അത് കൊലയിൽ കലാശിക്കുന്നു, കത്തിക്കുത്തിൽ കലാശിക്കുന്നു. നോക്കി, ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. ഒരു സ്വത്തവകാശം അറിയാത്തവര് എന്റെ ക്ലാസ് റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപദേശം എന്ന നിലയ്ക്ക് മൗലിദിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണർത്തുകയാണ്. ചില നാടുകളിലൊക്കെ വലിയ കച്ചറ. എന്താ? ഇമ്മ മരിച്ചാല് ആമക്കൾക്കും പെമ്മക്കൾക്കും ഒരേ രൂപത്തിൽ സ്വത്തവകാശം നടത്തണം എന്നൊരു ധാരണ. ആരുടെയെങ്കിലും നാട്ടിൽ അങ്ങനെ ഒരു ധാരണ. അങ്ങനെ ധാരണയുള്ള ഇഷ്ടംപോലെ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്നോട് ചോദിക്കുമ്പോ, അതെങ്ങനല്ല സ്വത്ത്? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഉമ്മാന്റെ ആണെങ്കിലും വാപ്പാന്റെ ആണെങ്കിൽ, ഇമ്മാന്റെ ആണെങ്കിൽ ആമക്കൾക്കും പെമ്മക്കൾക്കും ഒരേമാതിരി, വാപ്പാന്റെ ആണെങ്കിൽ വ്യത്യാസം. അങ്ങനെ മനസ്സിലാക്കി വെച്ച പല ഗ്രാമപ്രദേശങ്ങൾ ഇന്നും എന്റെ അനുഭവത്തിലുണ്ട്. പക്ഷെ അത് പറയുമ്പോ അത് അംഗീകരിക്കുന്നില്ല ആങ്ങളാര്, അല്ല പെങ്ങന്മാര്. ഉമ്മാന്റെ സ്വത്ത് ആങ്ങളാർക്കും പെങ്ങന്മാർക്കും ഒരേമാതിരി അല്ല. പക്ഷേ നമ്മൾ മസ്അല അറിയാതെ വാശി പിടിച്ച് ആങ്ങളയുടെ സ്വത്ത് കൈവശപ്പെടുത്തിയാൽ നാളെ ആഖിറം രക്ഷപ്പെടുകയില്ല. ചിലപ്പം അങ്ങനെ അവകാശമില്ലാത്ത സ്വത്ത് കൈവശപ്പെടുത്തിയ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കാശുകൊണ്ട് വീട് കയറ്റി നമ്മൾ ഇബാദത്തെടുത്താൽ ആ ഇബാദത്ത് മഖബൂലല്ല എന്ന കാര്യം ഏതെങ്കിലും സഹോദരിമാര് ഈ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളിൽ തെറ്റുധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാവുന്നു. അവകാശമില്ലാത്ത സ്വത്തിന് കശപിശ കൂടുക, അതിന് പെങ്ങന്മാര് പറയുന്നത് ന്യായമുണ്ട്. അത് അലിയൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അലിയൻ പറഞ്ഞമായിക്കണ സംഗതി അടക്കണമെന്ന്. അലിയനല്ലല്ലോ ഇവന്റെ സ്വത്ത് ഓഹരി വെക്കേണ്ടത്. ചില പെങ്ങന്മാര് വന്ന് പറയുന്നൊരു വാക്കാ. അത് അലിയൻ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്താ കാട്ടുക? ഇങ്ങനെ സ്വത്ത് ഓഹരിച്ചാലേ അലിയൻ സമ്മതിക്കൊള്ളൂ. അലിയനാണ് ഈ പെങ്ങളുടെ ഭർത്താവ്. ചില അലിയന്മാരുണ്ട്, പെങ്ങന്മാര് ഭാര്യന്മാരെ വൈക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി കശപിശ കൂടുന്നവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമിന്റെ മരണം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കാരണം വിവരമുള്ളവരും തഹ്ഖീഖുള്ളവരും നമുക്കൊരു ആത്മീയമായി നേതൃത്വം നൽകാൻ പറ്റുന്നവരും ചിലപ്പം സാധാരണക്കാർക്കൊന്നും അറിയില്ല. നമ്മുടെ മഹാനായ EK മുഹമ്മദ് ദാരിമി ഉസ്താദിനെ ചിലപ്പം അറിയാത്ത ആലിമീങ്ങൾക്കൊക്കെയാണ് മൂപ്പരുടെ മഹത്വം അറിയുക. നമുക്കൊക്കെ ഒരു ആത്മീയമായി എന്തെങ്കിലൊക്കെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം തരാൻ പറ്റാവുന്ന വലിയ വലിയ നേതൃത്വങ്ങളൊക്കെയും പോയി ചപ്പു ചവറുകൾ പേരിന് ഒരു ഉസ്താദ് അല്ലെങ്കിൽ മൊയ്ലേരി എന്ന് പറയുന്നവർ ജീവിച്ച് അവർക്കും ഓരോ വിഷയങ്ങളിൽ വേണ്ടതുപോലെ
ഒരു കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവസാനം വിവരമില്ലാതെ അമലുകൾ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ചവറുകളായി ജീവിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ അടയാളമാകുന്ന ദജ്ജാല്, യജൂജ് മഅജൂജ് പോലത്തവരൊക്കെയും അവരുടെയൊക്കെയും ഫിത്നയിൽ അകപ്പെടുന്നതിനു മുമ്പ് അല്ലാഹു കാമിലായ ഈമാനോട് കൂടെ ഒരു ഖൈറായ സമയത്ത്, ഒരു ഖൈറായ ദിവസം, ഒരു ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിലായി സന്തോഷകരമായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ രംഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അള്ളാഹ്. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് ആലിമീങ്ങളൊക്കെ വഴല് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ത്? അതായത് വ്യഭിചാരം അധികരിച്ച് പരസ്യമായി വ്യഭിചാരം നടക്കും. അങ്ങനെ മുഅ്മിനീങ്ങൾ നടന്നു പോകുമ്പോ പറയുമത്രേ, നിങ്ങൾ ഒന്നങ്ങട്ട് മാറി നിൽക്കും, ഞാനൊന്നങ്ങട്ട് പോവട്ടെ. വ്യഭിചാരത്തിന്റെ ഇടയിലൂടെ റോഡിന്റെ സൈഡിൽ പരസ്യമായി കിടന്ന് വ്യഭിചരിക്കുന്നത് കാണേണ്ട സാഹചര്യം ഖിയാമത്ത് നാളിൽ വരുമെന്നൊക്കെ അങ്ങോട്ടെത്തിയിലെ കാര്യങ്ങള്. ചുംബനം അല്ലേ, ചുംബന സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. പരസ്യമായി യാതൊരു ലജ്ജയുമില്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്യമായി ചുംബിക്കുന്ന രംഗമാണ് നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നത്, അലിമീങ്ങളുടെ മരണങ്ങളൊക്കെയും കേൾക്കുമ്പോ നമ്മുടെ ഖിയാമത്ത് നാളിനെ കുറിച്ചും നമ്മുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഓർമ്മ വരാൻ മറന്നു പോവരുത്. അല്ലാഹു തആല മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം, അവരുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുത്ത് അവരോടുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ നമ്മളോടുന്ന യാസീനും ഫാത്തിഹയും ഖത്തമും അതെല്ലാം അവരുടെ ഉഖ്റവിയായ മദദ് കിട്ടുവാനും അവരുടെ ശഫാഅത്തിന് കാരണമാവാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ആദരവിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഏതെങ്കിലൊക്കെ സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന ഒരു മസ്അലയായിരിക്കും. ഏതായാലും നമ്മൾ ഒരു ആത്മീയമായ സദസ്സിലേക്ക് പ്രവേശിക്കാനല്ലോ. അപ്പൊ നമ്മുടെ ഖൽബില് ആദരവ് ഉണ്ടാവണം. മൗലിദ് ഓതുന്ന സദസ്സായാലും എല്ലാത്തിലും ഒരു ആദരവ്. ആ ആദരവിന്റെ ഭാഗമായി ഒരു മസ്അല, അത് ചിലപ്പോൾ നമ്മൾ യാത്രക്കും ചെയ്യുമ്പോ ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അതെന്താ മസ്അല എന്നറിയങ്ങള്. നമ്മള് ഒരു മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. ഇപ്പൊ നമ്മൾ ഹജറുൽ അസ്വദ് തവാഫ് ചെയ്യുമ്പോ ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൈ വെക്കാൻ കൂടി ആ കൈ വെച്ച് ആ കൈ ചുംബിക്കണം. കയ്യും വെക്കാൻ കൂടിയില്ല. അങ്ങനെയല്ല ഇപ്പൊ നമ്മളെന്നത്തെ അവസ്ഥ. നമ്മളൊക്കെ ഇപ്പൊ തവാഫിന് ഉമ്മക്ക് പോയാല് ഹജ്ജിന് പോയാല് ഹജറുൽ അസ്വദൊക്കെ ചുംബിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് അപൂർവമായ ഭാഗമാണ്. പിന്നെ അത് പെട്ടെന്ന് സ്ത്രീകളൊക്കെ കാണാൻ തിക്കിത്തിരക്കി ചുംബിക്കുക, അതൊന്നും സുന്നത്തില്ല. മത്താഫിൽ ആ പുരുഷന്മാരൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നാലേ സ്ത്രീകൾക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ സുന്നത്തുള്ളൂ. ചില വിവരമില്ലാത്ത അമീറന്മാരല്ല ഹമീറന്മാര്, കഴുതകള്, അങ്ങനെ തന്നെ ഞാൻ പറയും. വിവരമില്ലാത്ത ഈ ഉമ്മക്ക് കൊണ്ടുപോകുന്ന ഹമീറന്മാരുണ്ട്, കഴുതകള്. അവര് കാണുന്ന ഈ അന്യ സ്ത്രീകളുടെ കയ്യും പിടിച്ചിട്ട് രാത്രി 1 മണിക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന കഴുതകൾ. ഞാൻ അങ്ങനെ തന്നെ പറയാം. ആർക്കെങ്കിലും അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കാനും, ആരെങ്കിലും ഉമ്മക്ക് പോകുമ്പോ രാത്രി 1 മണിക്ക് റൂമിൽ വന്ന് അമീർ വിളിക്കാണ്, കഅബത്തിന്റെ അടുത്ത് തിരക്കില്ല, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പോലില്ല, പെണ്ണുങ്ങളൊക്കെ ഇഞ്ചൊപ്പം പോനോലെന്ന് പറഞ്ഞ ഒരു കഴുതയാണ് എന്നെ വിളിക്കുന്നത് എന്ന കാര്യം സാന്ദർഭികമായി എന്റെ സഹോദരിമാർ മറന്നു പോവരുത്. കാരണം ഒരു അന്യ സ്ത്രീയുടെ കയ്യും പിടിച്ച് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി രാത്രി 1 മണിക്ക് കഅബന്റെ ഭാഗത്തേക്ക് പോകുന്ന തമ്മാടിത്തരം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഗ്രൂപ്പിൽ ആളെ കിട്ടാനും കച്ചവടം പുരോഗമിക്കാനുമാണ്. അത് അള്ളാഹുവിന്റെ വജ്ഹിന്റെ ഭാഗമല്ല, അള്ളാഹുവിന്റെ കൂലി കിട്ടുന്ന കാര്യമല്ല എന്ന് വളരെ ആധികാരികമായി KMIC മൈക്ക് ഉപയോഗിച്ച്
ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരിക്കുന്ന മുസൽമാന്മാരോടും മുസ്ലിം സഹോദരിമാരോടും ഞാൻ ആ കാര്യം ഉണർത്തുകയാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകമായി ഉണർത്തി. അപ്പൊ ഹജറുൽ അസ്വദ് നമുക്ക് ചുംബിക്കാൻ സാധ്യമല്ലെങ്കിൽ ദൂരത്താണ്, അതിന്റെ നേരക്ക് കൈ നീട്ടുക. ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ പോകുന്ന ഒരു മസ്അല യാത്രയിൽ നമുക്ക് ആ ഒരു ബറക്കത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദൂരത്താണ്. അപ്പൊ ഹജറുൽ അസ്വദിന്റെ നേരക്ക് നമ്മൾ കൈ നീട്ടുക, എന്നിട്ട് ആ കൈ ചുംബിക്കുക. അത് സുന്നത്താ. ഇതേ നിയമം ഔലിയാക്കന്മാരുടെ മക്ബറകൾക്കുമുണ്ട്. അപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്, വാഹനം നിർത്താൻ നമുക്ക് സൗകര്യമില്ല. വാഹനം നല്ല റോഡിന്റെ വക്കത്തൊരു നല്ലൊരു മക്കാമുണ്ട്, നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു നമ്മൾ പല യാത്രയിലും കാണാറില്ല ഇടയ്ക്ക്. അപ്പൊ നോക്കി നമ്മൾ കാസർകോട്ടേക്ക് പോവുകയാണ്, തലങ്കര ഭാഗത്തെത്തുമ്പോ മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാം ഇങ്ങനെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോ കാണും. പക്ഷെ നമുക്ക് ട്രെയിനിൽ അവിടെ ഇറങ്ങാൻ സൗകര്യമില്ല. അതിന്റെ നേരക്കൊന്ന് കയ്യാത്തി അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്നൊരു കൈ നീട്ടി ആ കൈ ചുംബിക്കുക. ഈ ഹജറുൽ അസ്വദിന്റെ അതേ നിയമം ഔലിയാക്കന്മാരുടെ മഖാമുകൾക്കുമുണ്ട് എന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. അതൊരു ആദരവാണ്. ഒരു മഹാന്റെ മഖാമിന്റെ ഒരു ഖബറിന്റെ ഭാഗത്തിലൂടെ പോകുമ്പോ അവിടെ ഇറങ്ങി സിയാറത്ത് ചെയ്യാൻ നമുക്ക് സൗകര്യമില്ലെങ്കിലും ആ മഖാമിന്റെ നേരക്കൊന്ന് കൈ നീട്ടി ആ കൈ ചുംബിക്കുക. അള്ളാഹു അങ്ങനത്തെ ആദരവുകളൊക്കെയും ജീവിതത്തിൽ നിലനിർത്തി മഹാന്മാരുമായുള്ള ബന്ധം സ്ഥാപിച്ച് ജീവിച്ചു മരിക്കാൻ, നാലാഖിറത്തിൽ മഹാന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തി, ഒരു ഹബീബ് എന്റെ അമ്മായിന്റെ മോൻ അഷ്റഫ് മുന്തക്കൽ പനി പിടിച്ച് മക്കയിലെ ഹോസ്പിറ്റലിൽ 10 ദിവസത്തോളമായി ബോധമില്ലാതെ ICUവിൽ കിടക്കുന്നു. കൂട്ടുകാർ ഈ ഇക്കാന്റെ രോഗം പെട്ടെന്ന് ശിഫയാവാൻ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ഇല്യാസ് മുന്തമ്പറമ്പോ എന്ന ഐഡിയയിൽ നിന്ന് ഒരു സുഹൃത്ത് അറിയിച്ചിട്ടുണ്ട്. പനി ബാധിച്ച് ബോധമില്ലാതെ മക്കയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ICUയിലാണ്. അള്ളാഹുവേ, ഈ സമയത്ത് ഞങ്ങള് 150 ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഓരോരുത്തരും 11 നാരിയത്ത് സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുന്നു. അള്ളാഹ്, അങ്ങനെ ആയിരക്കണക്കിന് അതിലധികം നാരിയത്ത് സ്വലാത്ത് ഞങ്ങൾ ചൊല്ലൽ വരുന്നുണ്ട്. ഇത്രയും സലാത്തുകൾ ചൊല്ലുന്ന നിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓതുന്ന മൗലിദ്, ഇനി ചെല്ലാൻ പോകുന്ന അസ്മാഉൽ ബദ്ർ എല്ലാം മുൻനിർത്തി അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തുമായി ബന്ധപ്പെട്ട ആ സഹോദരന്റെ ആ രോഗം ഏത് നിലക്കുള്ള രോഗമാണെങ്കിലും പെട്ടെന്ന് ശിഫയായി നല്ല ബോധം നൽകി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് റാഹത്താവാനുള്ള അവസരം നൽകണേ അള്ളാഹ്. നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ മിഞ്ഞാനൊരു ഫാമിലി എന്റെ വീട്ടിൽ വന്നീന്. ഞാൻ പേര് പറയാം, നമ്മുടെ ഫൈസലിന്റെ അമ്മോന്റെ ഭാര്യയുടെ ഒരു രോഗവും ഒരു കുട്ടിയുടെ രോഗമൊക്കെ വെച്ച് നമ്മൾ ക്ലാസ് റൂമിൽ ദ്വാരുന്നീന്. പക്ഷെ ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയില്ല. ഞാൻ ആ ഫൈസലിന്റെ ഉപ്പയ്ക്കും വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, ഡോക്ടർമാർക്ക് പോലും ആ കുട്ടി രക്ഷപ്പെടും അല്ലെങ്കിൽ ആ സ്ത്രീ രക്ഷപ്പെടും എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. നല്ല റാഹത്തായി. ഇപ്പൊ ആരോഗ്യം കുറച്ച് തൂക്കം കുറവുണ്ടെങ്കിലും പറയത്തക്ക കുഴപ്പമൊന്നുമില്ലാതെ റാഹത്തായി വീട്ടിൽ താമസിക്കുന്നു. അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ ദ്വാരിക്കുമ്പോ ഏതെങ്കിലും ഒരു ദ്വാക്ക് റബ്ബ് ഉത്തരം നൽകുന്നുണ്ടാകും. ഞാൻ പറഞ്ഞ മാതിരി ദ്വാരിക്കുന്നത് ഒരു ഹംകായ ഞാനായിരിക്കും, അല്ലെങ്കിൽ എന്നെ പോലത്തെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ എത്രയോ സാലിഹത്തായ അന്യ പുരുഷന്മാരെ കാണാൻ മടി കാണിക്കുന്ന, അന്യ പുരുഷന്മാരെന്റെ ശബ്ദം കേൾക്കരുത് എന്ന് ചിന്തിക്കുന്ന നല്ല നല്ല സഹോദരിമാർ ഈ ക്ലാസ് റൂമിന്റെ ദുആയിൽ ആമീൻ പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല ആ വ്യക്തിയുടെയും നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവമ്പാടി അബ്ദുൽ കരീം സാഹിബിന്റെ ഭാര്യയുടെ പിതാവ്, അദ്ദേഹത്തിന്റെ അമ്മോശൻ ഞാൻ നേരിട്ട് പല പ്രാവശ്യം കണ്ടതാണ്. ഒരുപാട് കാലം പള്ളിയിൽ മുക്രിയായി ജോലി ചെയ്ത ആളാണ്. പക്ഷെ ഇപ്പൊ വളരെ ഒരു അസ്വസ്ഥതയിൽ, കുടുംബക്കാർക്ക് വരെ വിഷമമാകുന്ന രൂപത്തിൽ ഉള്ള, അങ്ങനെ വിഷമമാകാന്ന് പറയാൻ പറ്റൂല, നമ്മുടെ മനസ്സ് അങ്ങനെയാണല്ലോ. ഒരു വിഷമമാകുന്ന, രോഗിക്കും വിഷമം, കാണുന്നവർക്കും വിഷമം ഉള്ളൊരു അവസ്ഥയിലാണ്. ഇപ്പോഴും കുറച്ച് അധികമായിട്ടൊക്കെ അദ്ദേഹം അറിയിച്ചിരുന്നു. അല്ലാഹു തആല
മരണം ഖൈറാണെങ്കിൽ റാഹത്തുള്ള മരണം ഖൈറായ സമയത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ ശിഫയാണ് ആ വ്യക്തിക്കും അതുപോലത്തവർക്കും ഖൈർ എങ്കിൽ ഖൈറായ അവസ്ഥയിൽ നീ ശിഫ നൽകി റാഹത്തുള്ള ജീവിതത്തിലേക്ക് മടക്കണേ അല്ലാഹ്. ഇലാ ഹളറത്ത് റൂഹി നബിയിനാ വ ഹബീബിനാ വ ഷഫീഇനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി ജമീഇ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ഇലാ അർവാഹി മൻ നവൈനാഹും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. اللهم صل